ഹലോ മക്കളെ. അപ്പോൾ +1-ൽ നിന്ന് എൻ്റെ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ +2-ലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒത്തിരി പ്രതീക്ഷകൾ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ +1-ൽ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല. നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ 10ാം ക്ലാസ്സിൽ നിന്ന് ആ ഒരു +1-ലേക്ക് പെട്ടെന്ന് കടക്കുമ്പോൾ ഒരു ട്രാൻസിഷൻ നമുക്കൊന്ന് ആക്സെപ്റ്റ് ഇച്ചിരി പാടായിരിക്കും അല്ലേ. കാരണം നമ്മൾ അതുവരെ പഠിച്ചതുപോലെ ആയിരിക്കില്ല. ഒത്തിരി സിലബസിലെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. കുറേ നമുക്ക് പഠിക്കാനുള്ളതുപോലെ നമുക്ക് തോന്നും അല്ലേ. സത്യത്തിൽ കുറേ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതായത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് പോർഷൻസ് ഒന്നും തീർന്നിട്ടുണ്ടാവില്ല, റിവിഷൻ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു +1-ൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി +2-ലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇനി ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു +2-ൽ എന്തൊക്കെയാണ്, എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഓരോ സബ്ജക്റ്റിലും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 14 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കെമിസ്ട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് 10 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനുണ്ട്. ദെൻ ഇവിടെ മാത്സിൽ നോക്കുകയാണെങ്കിൽ 13 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ദെൻ ബയോളജിയിലാണെങ്കിൽ 13 ചാപ്റ്റേഴ്സ്. ഓക്കെ, +1-ൽ ബയോളജി കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ അത്രയ്ക്ക് ഈ +2-ൽ ഉണ്ടാവില്ല. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര പഠിക്കാൻ കുറവായിരിക്കും എന്ന് വിചാരിക്കേണ്ട. കാരണം എല്ലാതും ഒരു അത്യാവശ്യം ലെവലായിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും ഈ ഒരു നമ്മുടെ +2-ൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ കുറേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി നമ്മുടെ ഉയരെ ബാച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു. അതായത് +2 മക്കൾക്ക് വേണ്ടി മാത്രമുള്ള നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചാണ് ഉയരെ ബാച്ച് എന്ന് പറയുന്നത്. ഉയരെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ ഒരു ഉയരെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബാച്ച് ലോഞ്ചിനൊന്നും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ആ ഒരു ഉയരെ ബാച്ചിൽ അഡ്മിഷൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ചാപ്റ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഭയങ്കര നമ്മളിനി പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പോർഷൻസ് പെൻഡിങ് ആയിട്ട് പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ചാൻസ് നമ്മുടെ എക്സാമിനർ തരുവാണ്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉയരെ ബാച്ച് ഓൾറെഡി ബാച്ച് 1 എന്നുള്ളത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്, അതായത് ഇതുവരെ ജോയിൻ ചെയ്യാൻ സാധിക്കാതെ പോയ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വെനസ്ഡേ ആയിരിക്കും, വെനസ്ഡേ രാത്രി കൃത്യം 7:30 അതിൻ്റെ ലോഞ്ച് നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതുവരെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ സാധിക്കാതെ പോയവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇനി കുറേ പേര് ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇത്ര നേരത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഈ കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പോരെ, ഈ ബാച്ചൊക്കെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചാപ്റ്റേഴ്സ് പഠിച്ച് ഇതേ കണ്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒത്തിരി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇത് നമ്മൾ അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മക്കളെ ഇതൊക്കെ ഇരുന്ന് പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരാനായിട്ട് പറ്റില്ല അല്ലേ. നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സായിരിക്കും, ഒത്തിരി പഠിക്കാനുള്ള പോലെ തോന്നും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ ദിവസം കുറേശ്ശെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്ററും തീരും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷനും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മളൊരു ലൈവ് നടത്തുന്നത്. അപ്പോൾ ഈ വെനസ്ഡേ രാത്രി 7:30 നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തൊക്കെയാണ് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളാണെന്നുണ്ടെങ്കിലും ഇനി ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിലും മറക്കാതെ ഈ ഒരു ലൈവ് കാണണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് അപ്പോഴാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആ ഒരു ലൈവിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആരും എന്ത് ചെയ്യാൻ മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ലൈവ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യട്ടെ, എല്ലാവരും വിചാരിച്ച പോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും നല്ല മാർക്ക് കിട്ടട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് മുതൽ തന്നെയുള്ള പ്രിപ്പറേഷൻസ് അവസാനം വരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.